ചങ്ങായിമാരെ, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അനന്തപുരി വ്ലോഗ്സ് എന്നൊരു ചാനൽ നടത്തുന്ന ഒരു ചാണക സംഖ്യയെ കുറിച്ചാണ്. 1-2 ദിവസമായി ഈ ചാണക സംഖ്യയുടെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ആൾക്കാർ എന്നോട് പറയുന്നത്, വരുൺ ഭായ് ഈ ചാണക സംഖ്യനെ ഒന്ന് റിയാക്ട് ചെയ്യുമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും ഈ ചാണക സംഖ്യനുണ്ടല്ല ഒന്ന് കണ്ടം വഴി ഓടിക്കാന്ന്. ഈ ചാണകത്തിനെ കുറച്ചു നാൾ മുന്നേ ഉണ്ടല്ല ഞാൻ ഒന്ന് കണ്ടം വഴി ഓടിച്ചു വിട്ടതാണ്. പിന്നെ കുറച്ചു കാലം ഞാൻ ഒഴിവാക്കി വിട്ടതാണ്. ഒഴിവാക്കി വിട്ടതിന്റെ കാരണം ഉണ്ടല്ല ഈ ചാണകം എന്ന് പറഞ്ഞിട്ടല്ല ഒരു പക്കാ ചാണകമാണ്. അത്രയും വൃത്തികെട്ടൊരു ചാണകമാണ് ഈ സാധനം. അതായത് ഒരു നിലവാരം വർത്താനത്തിൽ ഒരു നിലവാരമില്ലാത്തൊരു ചാണക സംഖ്യ. പക്ഷെ ഇപ്പൊ ഇവൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ കണ്ടപ്പോഴല്ല ഇവനോട് രണ്ട് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്ന് എനക്കും തോന്നി. അപ്പോഴെന്തായാലും ഈ ചാണക സംഖ്യ ഉണ്ടല്ല ഒരു മുസ്ലിം യുവാവിന്റെ വീഡിയോ ഉണ്ടല്ല ആ വീഡിയോക്ക് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ വെച്ചിട്ട് നമുക്ക് അങ്ങ് തുടങ്ങാം. എന്റെ പൊന്നെ, ഇതൊക്കെ എന്തുവാടേ? ബാത്റൂമിന്റെ ഉള്ളിൽ നഗ്നനായിട്ട് കുളിച്ചാ പ്രശ്നമുണ്ടോ ചോദിക്കുന്ന എല്ലാവർക്കും സംശയമാണ്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്ക്. പക്ഷേ ബാത്റൂമിന്റെ ഉള്ളിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അവിടെ ആരും കാണുന്നില്ലെങ്കിൽ അവിടെ ഔറത്ത് മറക്കണം. ഔറത്ത് മറച്ചില്ലെങ്കിൽ പഠിച്ചോൻ തരുന്ന ശിക്ഷ എന്തെന്നറിയോ നിങ്ങൾക്ക്? അവനക്ക് ദാരിദ്ര്യം ഉണ്ടാകും. മനസ്സിലായല്ലോ? അവനക്ക് ദാരിദ്ര്യം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്ത ഫ്രണ്ട്സിന് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഡോക്ടറോട് ചോദിക്കാം എന്നൊക്കെയുള്ള പരിപാടി കാണും പോലെയാണ്. യവന്റെ അടുത്ത് ആരൊക്കെയോ ചോദിക്കുന്നു, അപരത്ത് മരച്ചണമെന്ന്, ഇല്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവണമെന്ന്. പറഞ്ഞ മനസ്സിലായില്ലേ പെണ്ണുങ്ങളെ? നിങ്ങളൊക്കെ കക്കൂസിൽ പോയാൽ പോലും നിക്കറിട്ടിരിക്കണമെന്ന്. ഭയങ്കര ബുദ്ധിയാണ്. എവിടെ നിന്നട യവനൊക്കെ ഇറങ്ങി വരുന്നത്? ഇതിനെയൊക്കെയാണ് ഈ വന്നിരുന്ന സുടുക്കളെ കളിയാക്കേണ്ടത്. എന്റെ ചാണക സംഖ്യ അതിൽ കളിയാക്കാൻ മാത്രം എന്ത് വൃത്തികളാണ് ആ ചങ്ങായി അതിൽ പറഞ്ഞിട്ടുള്ളത്. അവനോട് ആരൊക്കെയോ ചോദിച്ചാൽ അവന്റെ മതപരമായ കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങൾ അവൻ ക്ലിയർ ചെയ്ത് കൊടുക്കുകയല്ലേ ആ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ അവൻ ആ വീഡിയോയിലുണ്ടല്ലോ വേറെ ഏതെങ്കിലും മതത്തെയോ വേറെ ഏതെങ്കിലും മതത്തിന്റെ ആചാരത്തെയോ എന്തെങ്കിലും അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ? അവന്റെ മതവിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്കുണ്ടല്ല അവരുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കുക മാത്രമാണ് ആ ചങ്ങാതി ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിന് നിനക്കെന്തിനാണ് കുരുപൊട്ടുന്നത് എന്റെ ചാണക സംഖ്യ? പിന്നെ ഒന്നാമത് തുണി കൊടുക്കുക എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ നിന്നെപ്പോഴത്തെ ചാണക സംഖ്യ ഉണ്ടല്ല പ്രത്യേകിച്ച് കുരുപൊട്ടും. കാരണം തുണിയില്ലാതെ നടക്കുന്ന ഉത്തരേന്ത്യയിലെ കുറെ സ്വാമിമാരുണ്ടല്ലോ അവരെയൊക്കെ പൂജിക്കാൻ നടക്കുന്ന വേട്ടാവളിയും സംഖ്യയല്ലേ നീയൊക്കെ. എന്തിന് തുണി കൊടുക്കാതെ നടക്കുന്ന ആ ഉത്തരേന്ത്യ സ്വാമിമാരുണ്ടല്ല അവരുടെയൊക്കെ മണിയുണ്ടല്ല ആ മണി വരെ നിന്നെ പോലത്തെ ചാണക സംഖ്യകൾ പൂജിക്കും. അപ്പൊ നിന്നെ പോലത്തെ ചാണക സംഖ്യക്കുണ്ടല്ല തുണി കൊടുക്കുക എന്നുള്ള കാര്യം കേൾക്കുമ്പോണ്ടല്ല പ്രത്യേകിച്ചിട്ട് കുരുപൊട്ടും. പിന്നെ നിന്നോട് ഹിന്ദുവായ ഞാനൊരു കാര്യം പറട്ടെ, ചാണക സംഖ്യ ഞാനൊക്കെ ഉണ്ടല്ല ബാത്റൂമിലായാലും ശരി എവിടെയായാലും ശരി തോർത്തു കൊടുത്തിട്ട് തന്നെയാണ് കുളിക്കാറ്. അതൊക്കെ ഞാനൊക്കെ ഉണ്ടല്ല പണ്ടേ ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കുളിക്കുകയാണ് ശരിയെന്നാണ് എന്റെ കാഴ്ചപ്പാട് മാത്രമല്ല ഭൂരിഭാഗം വരുന്ന ഹിന്ദുക്കളായ ആണുങ്ങളായാലും ശരി സ്ത്രീകളായാലും ശരി അവരൊക്കെ ഇടില്ല തോർത്തു കൊടുത്തിട്ട് തന്നെയാണ് കുളിക്കാറ്. നിനക്ക് തുണി കൊടുക്കാതെയാണ് കുളിക്കണമെങ്കിൽ നീ അങ്ങനെ കുളിച്ചോ. ഇനി ബാത്റൂമിലായാലും ശരി, ഇനി പുറത്ത് വേണമെങ്കിലും നീ തുണി കൊടുക്കാതെ തന്നെ കുളിച്ചോ. അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നീ തുണി കൊടുക്കാതെ കുളിക്കുകയല്ല, തുണി കൊടുക്കാതെ നടക്കും വരെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തൽക്കാല ചാണകസംഖ്യ നീണ്ടല്ല ഈ പറഞ്ഞ മുസ്ലിം പയ്യനുണ്ടല്ല ഇവന്റെ നെഞ്ചത്ത് കയറാൻ നിൽക്കണ്ട. അവൻ പറഞ്ഞത് മുസ്ലിം മതവിശ്വാസികൾ ചോദിച്ച ചോദ്യമില്ലേ ആ ചോദ്യത്തിന് മുസ്ലിം മതവിശ്വാസികൾക്കാണ് അവൻ മറുപടി കൊടുത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഈ കുരുപൊട്ടിയുടെ അടുത്തൊരു വീഡിയോ കൂടി കാണാം. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഇവന്റെയൊക്കെ മനസ്സിലുണ്ടല്ല എത്രമാത്രം വർഗീയതയും എത്രമാത്രം മുസ്ലിം വിരുദ്ധതാണ് നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും നമുക്ക് ഈ ചാണക സംഖ്യയുടെ അടുത്ത വൃത്തികെട്ട ഒരു കുരുപൊട്ടലും കൂടി കണ്ടിട്ട് വരാം. പന്നിയിറച്ചി കഴിച്ച് ബുദ്ധി കൂടിപ്പോയ ഒരു താത്ത വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. നമ്മളെല്ലാരും പറയും സംഖ്യക്ക് വിവരമില്ല എന്ന്. ആര് പറഞ്ഞു വിവരമില്ല എന്ന്? അവരത്രയും വിവരമുള്ള ഒരാളെ ഭൂമിയിൽ കിട്ടും. കണ്ടു നോക്ക് വീഡിയോ. എന്താന്ന് കാര്യം മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം. ഐഫോൺ എടുത്തിട്ട് അതില് ജയ് ശ്രീറാം ജയ് മാതാ എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് ഐഫോൺ ഒന്നും തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അത് ആരാന്നുള്ളതാണ് ചോദിക്കുന്നത്. പക്ഷെ കൃത്യമായിട്ട് അസ്സലാം വലൈക്കും എന്ന് പറയുമ്പോ വലൈക്കും അസ്സലാം എന്ന് പറയുന്നുണ്ട്. അതിന് എന്ത് മനസ്സിലാക്കണം? ഐഫോൺ അടക്കം ജിഹാദിയാണ്. താത്ത ആദ്യം ചെയ്യേണ്ടത് ഈ തലയിൽ കിടക്കുന്ന കനങ്ങളൊക്കെ മാറ്റിയിട്ട് തലയിൽ നല്ല തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ ഈ പന്നിയുടെ കെട്ടിറങ്ങിപ്പോയി മനുഷ്യന്റെ കെട്ട് വരും. ഈ തീവ്രവാദ കെട്ടിറങ്ങിപ്പോയിട്ട് ഒരു മനുഷ്യനായിട്ട് വരും. അങ്ങനെ ആയാലേ നിങ്ങളൊക്കെ മനുഷ്യജന്മം എടുത്തെന്ന് പറയാൻ പറ്റൂ. ഇപ്പോൾ ISL ഒരു ഭീകരരില്ലേ, അതിനെക്കാട്ടിയും കഷ്ടത്തിലാണ് താങ്കളുടെയൊക്കെ മുന്നോട്ടുള്ള പോക്ക്. ഭയങ്കര ബുദ്ധിയാണ് താത്തയ്ക്ക്. താത്ത പറഞ്ഞ കേട്ടില്ലേ, ഒരു സംഖ്യ ഐഫോൺ എടുത്ത് വെച്ചിട്ട് ജയ് ശ്രീറാം ജയ് മാതാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഐഫോണ് റിപ്ലൈ കൊടുക്കുന്നില്ല. എന്നാൽ ആ ഐഫോൺ എടുത്ത് വെച്ചിട്ട് അസ്സലാം മുലൈക്കും എന്ന് പറഞ്ഞപ്പോൾ ഐഫോണ് തിരിച്ചു പറയണമെന്ന്. അപ്പോൾ ഐഫോണിന് മനസ്സിലായി തീവ്രവാദികൾക്ക് റിപ്ലൈ കൊടുക്കണമെന്ന്. ഈ ജയ് ശ്രീറാമും ജയ് മാതയൊക്കെ
ഈ തീവ്രവാദ സംവിധാനത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഐഫോണിനും അറിഞ്ഞൂടാ. പക്ഷെ നിങ്ങളിത് പറയുമ്പം തന്നെ ഐഫോൺ ഭയങ്കര ആവേശത്തിൽ വിളിച്ച് പറയണമെങ്കിൽ ഐഫോണിനും മനസ്സിലായി താത്ത പക്ക തീവ്രവാദികളാണെന്ന്. താങ്കൾ ആദ്യം ഈ കെട്ട് ഉണ്ടല്ലോ, തലയിൽ ഈ കനമുണ്ടല്ലോ, ആ കനം അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് മനുഷ്യരായിട്ട് വന്ന് ഡയലോഗ് ഇറക്കണം. ഒന്ന് കുളിക്കുകയും കൂടെ വേണം തല തണുക്കാൻ. അപ്പോഴേ ഈ പന്നി, നേരത്തെ പറഞ്ഞില്ലേ പന്നിയുടെ ഒരു കെട്ട് ഇറങ്ങിപ്പോവുള്ളൂ. അതിൻ്റെ കൂടെ ചിലപ്പം കുറച്ച് തീവ്രവാദവും ഇറങ്ങിപ്പോവും. അപ്പോൾ ഒരു മനുഷ്യനായിട്ട് തോന്നിയിട്ട് വന്നിരുന്നു. എന്റെ ചാണകസംഖ്യ ആദ്യം കുളിക്കേണ്ടത് ആരാന്നറിയാം? നീയാണ് കുളിക്കേണ്ടത്. കുളിക്കുക മാത്രമല്ലട്ടാ, നീണ്ട നല്ലോണമല്ല പല്ല് തേച്ച് വെളുപ്പിക്കണം. നിന്റെ ആ വൃത്തികെട്ട പല്ലുണ്ടല്ല, കറുത്തിരിക്കുന്ന പല്ല്, അതൊക്കെ ഒന്നുണ്ടല്ല തേച്ച് ഒരച്ച് ഒന്ന് വൃത്തിയാക്കി ചാണകസംഖ്യ. അങ്ങനെ നല്ലോണം കുളിക്കുകയും പല്ല് തേക്കുകയൊക്കെ ചെയ്താണ്ടല്ല നിന്റെ മനസ്സൊന്നും നിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന നാറ്റം ഉണ്ടല്ല, ചാണകത്തിന്റെ നാറ്റം, ആ നാട്ടുള്ള ചിലപ്പോ പോയേക്കും. നീയൊക്കെ എത്ര കുളിച്ചാലും പല്ല് തേച്ചാലും നിന്റെ മനസ്സൊന്നും നിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ചാണകത്തിന്റെ നാറ്റം ഉണ്ടല്ല, അത് പോകില്ലാന്ന് നമുക്കറിയാം. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കേണ്ട ചാണകസംഖ്യ. പിന്നെ നിന്നോടൊരു കാര്യം പറട്ടെ, ആ മുസ്ലിം സ്ത്രീയുടെ വീഡിയോ ഉണ്ടല്ല, അതിലെവിടെയുണ്ടല്ല ഹിന്ദുക്കൾ അപമാനിക്കുന്നേ ഇല്ല. നേരെ മറിച്ച് ഹിന്ദുക്കൾ അപമാനിക്കുന്ന ഒരു ചാണകസംഖ്യ ഇല്ല. ആ ചാണകസംഖ്യനെ കളിയാക്കിയാണ് ആ മുസ്ലിം യുവതി ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഹിന്ദുക്കൾ അപമാനിക്കുന്ന ചാണകസംഖ്യ കളിയാക്കുന്ന ആ മുസ്ലിം യുവതി ഉണ്ടല്ല, ശരിക്കും പറഞ്ഞാല് ഹിന്ദുക്കൾ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷെ എന്താ ചെയ്യാൻ, നിന്നെപ്പോഴത്തെ ചാണകസംഖ്യ ഉണ്ടല്ല, ആ മുസ്ലിം യുവതി കാണിച്ച ആ വീഡിയോ കാണിച്ച ഒരു ചാണകസംഖ്യ ഉണ്ടല്ല, അവനേക്കാളും ചാണകങ്ങളാണ്. അതുകൊണ്ടാണല്ലോ നീയൊക്കെ ഉണ്ടല്ല ഫോണിനെ വരെ ജിഹാദി എന്ന് വിളിക്കുന്നത്. എന്തിന്? ഫുട്ബോൾ വരെ ഉണ്ടല്ല ജിഹാദികൾ കീഴടക്കുന്നല്ലേ നിന്റെ ചാണകസംഖ്യ ഇപ്പൊ പറഞ്ഞുണ്ടാക്കുന്നത്. അതുകൊണ്ട് വേട്ടാവളിയും ചാണകസംഖ്യ ആ മുസ്ലിം യുവതിയുണ്ടല്ല ഹിന്ദുക്കളെയാണ് കളിയാക്കിയതെന്ന് പറഞ്ഞ് നടക്കുന്ന നിന്നെയൊക്കെ ഉടായ്പുണ്ടല്ല, ആ ഉടായ്പ് 4 മടക്കിയിട്ടുണ്ടല്ല കയ്യിൽ വെച്ചോ. ആ യുവതി കളിയാക്കിയത് ഹിന്ദുക്കൾ അപമാനിച്ച ഒരു ചാണകസംഖ്യയാണ്. അതായത് ആ ചാണകസംഖ്യനി പിന്നെ നിന്നെയൊന്നുണ്ടല്ല ഹിന്ദുക്കളായിട്ട് കാണുന്നേ ഇല്ല. വെറും ചാണകങ്ങളായിട്ട് മാത്രമേ നമ്മളൊക്കെ കാണുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി നിന്നോടൊക്കെ പറയട്ടെ, ചാണകസംഖ്യ നീയൊക്കെ ഉണ്ടല്ല ഐഫോണിനോട് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് കഴിഞ്ഞാൽ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഐഫോണിന്റെ അടുക്കുന്നത് തന്തക്കും തള്ളക്കും വിളികൾക്കുന്ന ആദ്യത്തെ ടീമുണ്ടല്ല, അത് ചാണകസംഖ്യകളാണെന്നുള്ള നേട്ടമുണ്ടല്ല. ആ നേട്ടം നിങ്ങൾക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. പക്ഷെ തന്തക്കും തള്ളക്കും കേൾക്കുന്ന വിളി വരുന്നില്ല, നേട്ടമായിട്ട് കൊണ്ടു നടക്കുന്ന നിന്നോടൊക്കെ എന്ത് പറയാൻ വേണ്ടിട്ട്. അതുകൊണ്ട് തലയിൽ ചന്ദനക്കുറിയും തൊട്ട് വന്നിട്ട് നീയൊക്കെ ഉണ്ടല്ല ഒരു മുസ്ലിം യുവതിയിട്ട ഹിജാബ് ഉണ്ടല്ല, ആ ഹിജാബിന് ഇത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിന്നേക്കുള്ള ഹിന്ദു ദൈവങ്ങളെയും ഹിന്ദു ആചാരങ്ങളെയും അവഹേളിക്കുന്ന ചാണകസംഖ്യ ഉണ്ടല്ല അവരുടെ കൂട്ടത്തിലേ കൂട്ടാൻ പറ്റൂ. അതായത് നിന്നേക്കുള്ള ചാണകസംഖ്യ തീവ്രവാദി എന്ന് മാത്രമേ ഹിന്ദുക്കൾ വിളിക്കുള്ളൂ. കാരണം നിന്നെപ്പോഴത്തെ ചാണകസംഖ്യ തീവ്രവാദികൾക്ക് മാത്രമേ മറ്റുള്ള മാധ്യമല്ല ഇതുപോലെ അപമാനിക്കാൻ കഴിയൂ. അതുകൊണ്ട് ചാണകസംഖ്യ നീണ്ടല്ല അടുത്ത വീഡിയോയിൽ വരുമ്പോഴേക്കുണ്ടല്ല നല്ലോണം കുളിച്ച് ആ പല്ലക്കിണ്ടല്ല, ആ കറുത്ത് വൃത്തിയായിട്ടിരിക്കുന്ന ആ പല്ലക്കിണ്ടല്ല ഒന്ന് തേച്ച് നനച്ച് ഒന്ന് വൃത്തിയാക്കിയിട്ട് വാ. ഒരു പ്രത്യേക കാര്യം കൂടിയുണ്ട്, കുളിക്കാതെ ഒന്നുണ്ടല്ല നീ ആ ചന്ദനം തൊടുന്നുണ്ടല്ല, കുളിക്കാതെ ഒന്നും ആ ചന്ദനം തൊട്ടിട്ട് നീ വന്നേക്കല്ല കെട്ട ചാണകസംഖ്യ. അപ്പോഴെന്തായാലും അനന്തപുരി വ്ലോഗ്സ് എന്ന ചാനൽ നടന്ന ഈ ചാണകസംഖ്യക്ക് തൃപ്തിയായി കാണുമെന്ന വിശ്വാസത്തോടുകൂടി എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.